ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ത്യൻ 2 സിനിമ കണ്ട് അതിൻ്റെ റിവ്യൂ പറയാനായിട്ട്. പടത്തിന് പോയിട്ട് വന്നിട്ട് കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അപ്പോൾ എടുക്കാൻ പറ്റില്ല. ഷിഫ്റ്റ് വന്ന് നേരെ റിവ്യൂ ഇടാൻ വിചാരിച്ചു. എന്തോ എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. വലിയ ഗുമ്മൊന്നും തോന്നിയില്ല. ഗുമ്മ തോന്നി, എനിക്ക് വലിയ തോന്നിയൊന്നുമില്ല. വലിയ എഫക്റ്റോ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തോ നമുക്ക് വലിയ കണ്ട് ഭയങ്കര സംഭവം അല്ലെങ്കിൽ നമുക്ക് കാണണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. ചുമ്മാ സമയം കളയാനായിട്ടാ അങ്ങനൊന്നുമില്ല. ചുമ്മാ നമുക്ക് കാണാം, ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് കാണാം. എന്ന് വെച്ചാ സംഭവം കഥയെ കൊണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ആവശ്യമില്ലാത്ത കുറെ അങ്ങനത്തെ ചില രംഗങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവൻ ഈ ബോഡിയൊക്കെ ചേഞ്ച് ആവുന്ന അങ്ങനത്തെ എന്തെങ്കിലും അല്ല സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇവന്റെ ബോഡി മാറുന്നൊക്കെ ഉണ്ട്. ഇവന് വയസ്സായിട്ടുള്ള ബോഡി ആയിട്ടിരുന്നിട്ട് കമലഹാസന്റെ ബോഡി മാറി ഭയങ്കര ബോഡി ബിൽഡർ കണക്കാവുന്ന രംഗങ്ങൾ, അങ്ങനത്തെ ചില രംഗങ്ങളൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. അല്ലാതെ വെച്ച് പണ്ടത്തത് ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതെന്തോ ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ശങ്കറിന്റെ ഒരു ബ്രഹ്മാണ്ഡ രീതിയിലെടുത്ത ബ്രഹ്മാണ്ഡ സിനിമ. മേക്കപ്പ് ഒരു രക്ഷയില്ല, കിട്ടില്ല മേക്കപ്പ്. അവനെ ഓരോ മേക്കോർ ചെയ്തേക്കുന്ന എല്ലാം അടിപൊളി എടി കമലഹാസൻ ഇതിനെ കുറിച്ചെല്ലാം പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഈ മേക്കപ്പിനെ കുറിച്ചൊക്കെ ഏതോ പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ. ദശാവതാരത്തിനകത്ത് പല പല മേക്കപ്പ് ഇട്ടില്ലേ? ദശാവതാരത്തിന്റെ സമയമല്ല, നമ്മളൊക്കെ പണ്ടത്തെ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയില്ല. ആ ടൈം തൊട്ടേ ഈ മേക്കപ്പ് ഫീൽഡിലെല്ലാം പോയി മേക്കപ്പിനെ കുറിച്ചും സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് മേക്കപ്പിന്റെ എല്ലാം കിട്ടലൊക്കെ ആയിരുന്നു. മേക്കപ്പ് എടുത്തേക്കുന്നതും എല്ലാം കൊള്ളാം. പിന്നെ നമുക്കിങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ തോന്നിയൊന്നുമില്ല. അല്ല എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഇല്ല, എന്താ പറയുന്ന എന്താ ഭയങ്കര നമ്മള് പ്രതീക്ഷിച്ച ഭയങ്കര പ്രതീക്ഷയായിട്ട് ഇന്ത്യൻ 2 പണ്ടത്തെ റീമേക്ക് ആ രീതിയിൽ ഇറക്കി. നമ്മൾ ഓൾറെഡി റീമേക്ക് എന്ന് പറയുമ്പോൾ കുറെ ആഡ് ചെയ്ത് ഫസ്റ്റിനെ കട്ടി ഭയങ്കര ഗംഭീരമായിട്ട് നോക്കൂല. അങ്ങനെ ഓവറായിപ്പോയി, പല കാര്യങ്ങളും ഓവറായിപ്പോയി. എന്നുവെച്ചാൽ കുറച്ചും കൂടെ സിമ്പിളാക്കിയ കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ സെറ്റുണ്ട്. ഇത് ഭയങ്കര രീതിയിലെല്ലാം ഓവറായി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ഈ കമലഹാസനെ ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടൊക്കെ ഭയങ്കര രീതിയിലൊക്കെ ഈ സിനിമയ്ക്കകത്ത സ്റ്റോറിയിൽ വിളിച്ച് വരുത്തിയിട്ട് ഒരുമാതിരി കോമഡി പീസാക്കി കളയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ. മറ്റേ ശിവാജി സിനിമയില്ലേ രജനീകാന്തിൻ്റെ, അതേ കണക്കത്തെ ഒരു വൈബാണ് അതിനകത്ത്. ഈ അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു ഇതാണ്. പിന്നെ പണ്ടത്തെ ഇന്ത്യനും കൂടെ പിന്നെ കമലഹാസൻ്റെ കുറേ രംഗങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ശിവാജി സിനിമയുടെ കണക്കത്തെ ഒരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ഡോണും ബോസും അങ്ങനത്തെ അല്ല. എന്ന് വെച്ചാൽ ഈ സമൂഹത്തിന് വേണ്ടി അനീതി നടക്കുന്നതിനെക്കുറിച്ച് ചോദിച്ച് തട്ടിക്കേട്ട ആൾക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് 1 man ആർമി രീതിയിലൊരു അപ്പാപ്പം കണക്ക് വന്ന് താത്ത കണക്ക് വന്നെല്ലാം അടിച്ചു പൊളിച്ച് അടിച്ചെണ്ണാക്കി കൊടുക്കുന്നു. ഒറ്റയ്ക്ക് വന്ന് കണക്ക് ചെയ്ത് എല്ലാ രീതിയിൽ നിന്നും എസ്കേപ്പ് പോകും. നമുക്ക് സ്റ്റോറിയെല്ലാം മൊത്തത്തിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ട്വിസ്റ്റും ക്ലൈമാക്സും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അവസാനത്തെ ഇന്ത്യൻ എന്താണ് 3ക്ക് വേണ്ടിയുള്ള കാണിച്ചേക്കുന്നത് അതിന് എന്താണെന്ന് അറിയാൻ വയ്യ. അതിനകത്ത് ഭയങ്കര പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചേക്കുന്നത്, അതിന് കിടലായിരിക്കും തോന്നുന്നു. പക്ഷേ ഇത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ ഒരു ഇത് കിട്ടും. എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ഒന്ന് ഇതായിട്ട് കിട്ടും. അല്ലാതെ ഭയങ്കര രീതിയിലുള്ള ഇതൊന്നുമില്ല സിനിമയിൽ. പല സീനുകളും ഭയങ്കര അതിനാവശ്യമില്ലാത്ത കുറേ ലാഗുകൾ, ആവശ്യമില്ലാത്ത കുറേ സീനുകളും ആവശ്യമില്ലാത്ത കുറേ സീനുകളുണ്ട്. അതൊന്നും ഇല്ലായിരുന്നു. അല്ല നോർമലായിട്ട് കാണിച്ചായിരുന്നു പിന്നെയും വലിയ കുഴപ്പമില്ലാത്ത രീതി എടുക്കായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരുമാതിരി ആക്കി കളഞ്ഞു. എന്നാലും പാട്ട് ആവശ്യമില്ലാതെ കുറെ BGM കംബാക്ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാതെ കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എടുത്തിട്ട് കോമഡി ആക്കി കളഞ്ഞു. ചില രംഗങ്ങൾ സീരിയസ് ആയിട്ട് കാണിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. മൊത്തത്തിൽ ചുമ്മാ ഇങ്ങനെ കാണാം, വലിയതൊന്നും ഇല്ല. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, കണ്ടറിഞ്ഞ് കാണാം. ബൈ ഗൈസ്. ബൈ.